കഴിഞ്ഞ ആഴ്ച വരെ നമ്മൾ 1 കൊരിന്ത്യർ 6-ാം അധ്യായമായിരുന്നു ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഈ ആഴ്ച തൊട്ട് പുതിയ ഒരു സീരീസാണ് ലൈഫ് ഓഫ് എ ഡിസൈപ്പിൾ. ലൈഫ് ഓഫ് എ ഡിസൈപ്പിൾ, ഒരു ശിഷ്യൻ്റെ ജീവിതം. ആരൊക്കെയാണ് ശിഷ്യന്മാർ? മത്തായി ഒക്കെയാണോ? പത്രോസ്, യോഹന്നാൻ, അവരാണോ ശിഷ്യന്മാർ? അവരും ശിഷ്യന്മാരായിരുന്നു. നമ്മളെല്ലാവരും ശിഷ്യന്മാരാണ്. ഇനിയും ഈ ലോകത്തിൽ കർത്താവ് വരുന്നിടം വരെ ആരൊക്കെ കർത്താവിനെ അനുകരിക്കാൻ ഇറങ്ങുന്നോ അവരെല്ലാവരും ശിഷ്യന്മാരാണ്. അപ്പോൾ ആരാണ് ശിഷ്യന്മാർ? പറയാമോ? ഞാനും ഒരു ശിഷ്യനാണെന്ന് പറഞ്ഞേ. ഞാനും ഒരു ശിഷ്യനാണ്. ഒരു ശിഷ്യൻ്റെ ജീവിതത്തിലെ പല കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കും. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് സാത്താൻ്റെ മേലുള്ള വിജയം, സാത്താൻ്റെ മേലുള്ള ജയം. സാത്താൻ്റെ മേലുള്ള ജയം. സാത്താന് പല പേരുകൾ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. പല പേരുകൾ സാത്താനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും സാത്താൻ്റെ പേരിനർത്ഥം, പഴയ നിയമത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന വേർഡിൻ്റെ അർത്ഥം നമ്മളെ നോക്കി പതുങ്ങി ഇരിക്കുന്നവൻ എന്നാണ്, പാത്തിരിക്കുന്നവൻ. പുതിയ നിയമത്തിൽ അതിൻ്റെ അർത്ഥം പ്രതിയോഗി, അഡ്വേഴ്സറി, പ്രതിയോഗി. അപ്പോൾ സാത്താൻ്റെ പേരിൻ്റെ അർത്ഥം എന്താണ്? പ്രതിയോഗി. പഴയ നിയമത്തിൽ പേരിടുമ്പോൾ ആ പേരിൻ്റെ സ്വഭാവമാണ് ആ വ്യക്തിക്ക് എന്ന ഒരു ധാരണയുണ്ടായിരുന്നു. ഇസഹാക്കിന് അവൻ്റെ അമ്മ ചിരിച്ചു, ഇസഹാക്ക് എന്ന് പേരിട്ടു. യേശു ജനത്തെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നവനുണ്ട്, യേശു എന്ന് പേർ വിളിക്കും. അപ്പോൾ പേരിനും സ്വഭാവത്തിനും തമ്മിൽ എന്തുണ്ടായിരുന്നു? വളരെ ബന്ധമുണ്ടായിരുന്നു. അപ്പോൾ സാത്താൻ്റെ പേരിൻ്റെ അർത്ഥം എന്താണ്? പ്രതിയോഗി. അപ്പോൾ സാത്താൻ എന്താണ് ചെയ്യുന്നത്? അത് തന്നെ. പല പേരുകൾ സാത്താനെക്കുറിച്ച് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. ഞാനൊന്ന് വായിക്കാം. സാത്താൻ നമുക്കെല്ലാവർക്കും അറിയില്ലേ? സാത്താൻ പിശാച്, മഹാസർപ്പം, സർപ്പം, ദുഷ്ടൻ, പരീക്ഷകൻ, ഈ ലോകത്തിൻ്റെ ദൈവം, ഈ ലോകത്തിൻ്റെ പ്രഭു, അപവാദി, വഞ്ചകൻ, പ്രതിയോഗി, ഭോഷ്കിൻ്റെ പിതാവ്, കുലപാതകൻ, ദുരാത്മാവ്, ദുഷ്ടൻ. ഇതെല്ലാം പല പേരുകൾ പഴയ നിയമമുണ്ട്. ബെൽസബൂൽ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. യേശുവിൻ്റെ സമയത്ത് പറയുന്നു, യേശു ബെൽസബൂലിനെ കൊണ്ടാണ് ഭൂതങ്ങളെ പുറത്താക്കുന്നത്. പല പേരുകൾ സാത്താന് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമുണ്ട്. നമ്മളിതെല്ലാം വായിക്കുമ്പോൾ കാണുന്നതാണല്ലോ. ഉപായത്താൽ ഹവ്വായെ സർപ്പം ചതിച്ചു. അപ്പോൾ ഇത് പറഞ്ഞതുപോലെ വഞ്ചകനായിട്ടും അപവാദിയായിട്ടും കുലപാതകനായിട്ടും ഭോഷ്ക് പറയുന്നവനായിട്ടുമൊക്കെ ഇദ്ദേഹം നമ്മുടെ അടുത്ത് വരും. 2 കൊമ്പുള്ള ആളായിട്ടാണോ നമ്മുടെ അടുത്ത് വരുന്നത്? അല്ല. പല മനുഷ്യരിലൂടെ ഇതെന്ത് ചെയ്യും? നമ്മുടെ അടുത്ത് വരും. ഇത് തിരിച്ചറിയാത്തവരാരാണെന്നറിയാമോ? ആത്മീയരായി അന്ധതയുള്ളവർ, ആത്മീയ കണ്ണ് തുറക്കാത്തവർക്ക് ഈ സാത്താൻ പല രൂപത്തിൽ പലരുടെയും കൂടെ നമ്മുടെ അടുത്ത് വരുമ്പോൾ അത് മനസ്സിലാകാതെ ആയിപ്പോകും. എനിക്ക് ഇപ്രകാരമുള്ള കഥകൾ പറയാൻ ഇഷ്ടമല്ലെങ്കിലും ഞാനതിന് ബ്രീഫായിട്ടൊന്ന് പറയാം. 2015 നമ്മളൊക്കെ വായിച്ചതാണ്. ഓസ്ട്രേലിയയിൽ നടന്ന ഒരു കൊലപാതകം. സൽസ്വഭാവിയായ, താൻ സ്നേഹിച്ച് കല്യാണം കഴിച്ച ആ ഭർത്താവിനെ ആ ഭാര്യ കൊലപ്പെടുത്തി. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിലൊക്കെ നിങ്ങൾ യൂട്യൂബിൽ നോക്കിയാനായിട്ട് സാധിക്കും. ഈ കുട്ടിയുടെ കല്യാണ ആലോചന ഈ മോൻ ഈ കാര്യം ഭവനത്തിൽ പറഞ്ഞപ്പോൾ പപ്പ പറഞ്ഞു, നമുക്ക് ചേരുന്ന പെൺകുട്ടിയല്ലത് എന്ന് പറഞ്ഞപ്പം പെൺകുട്ടി എന്താ പറഞ്ഞേ? എനിക്കിവനെ വിവാഹം കഴിച്ചില്ലെങ്കിൽ ഞാൻ മരിക്കും. അങ്ങനെ ഉള്ള ഒരവസ്ഥയിൽ ആ പള്ളിയിൽ, പെന്തിക്കോസ്ത് പള്ളിയല്ല, വേറൊരു പള്ളിയിലാണ് അവർ പോകുന്നത്. ആ പള്ളിയിൽ വളരെ സമർത്ഥനായ, എല്ലാവർക്കും താല്പര്യമുള്ള, സുമുഖനായ
എല്ലാ പള്ളിയിലെ എല്ലാ പരിപാടിക്ക് മുമ്പിൽ നിന്ന് പാട്ടുപാടുന്ന ഈ സുമുഖനായ ചെറുപ്പക്കാരൻ കാലത്തിന് മുമ്പേ മരണപ്പെട്ടു പോയി. ആ കുഞ്ഞിന് ഇവളിലുള്ള ശത്രുവിൻ്റെ പ്രവൃത്തിയെ, ചതിയുടെ പ്രവൃത്തിയെ എന്ത് ചെയ്തില്ല? മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ സാത്താൻ എങ്ങനെയാണ് നമ്മുടെ അടുത്ത് വരുന്നത്? കൊമ്പിട്ട് കുത്തിയാണോ? അല്ല, മനുഷ്യരിലൂടെ പ്രവർത്തിച്ചാണ് നമ്മുടെ അടുത്ത് വരുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞപ്പോൾ നമ്മൾ ഓർക്കും, ക്രിസ്തു സാത്താനെ തോൽപ്പിച്ചു, ഇനിയും ഒരു ദിവസം അവനെ തീപ്പൊയ്കയിൽ തള്ളിയിടും, അന്ന് എനിക്ക് ജയമുണ്ട്. ഇന്നോ? ആരെങ്കിലും അങ്ങനെ ചിന്തിച്ചോ? ഇന്നോ? ഇന്ന് നമുക്ക് ജയമുണ്ടോ? ഇന്ന് നമുക്ക് സാത്താൻ്റെ മേൽ ജയമുണ്ടോ? ഒരു ശിഷ്യൻ എന്ന നിലയ്ക്ക്, യേശുവിൻ്റെ ശിഷ്യൻ എന്ന നിലയ്ക്ക് ഇന്ന് നമുക്ക് സാത്താൻ്റെ മേൽ ജയമുണ്ടോ? ഉണ്ട്. ഇന്ന് നമുക്ക് സാത്താൻ്റെ മേൽ ജയമുണ്ട് എന്നാണ് ബൈബിൾ പറയുന്നത്. പലപ്പോഴും സാത്താൻ ദൈവത്തിൻ്റെ ഡ്യൂപ്ലിക്കേറ്റായിട്ട് വരും എന്ന് പറഞ്ഞാൽ ബൈബിളിൽ തന്നെ പല പേരുകൾ അങ്ങനെ പറയുന്നുണ്ട്. ഞാനൊന്ന് പറയാം. അദ്ദേഹം പറയുന്നത് യേശുവിനെ അല്ലെ ദൈവത്തെ സമാധാന പ്രഭു എന്ന് പറയുമ്പോൾ ഈ ലോകത്തിൻ്റെ പ്രഭു എന്നാണ് സാത്താനെക്കുറിച്ച് പറയുന്നത്. യേശു പറയുന്നു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണെന്ന് പറയുമ്പോൾ വെളിച്ച ദൂതനെന്നാണ് സാത്താനെക്കുറിച്ച് പറയുന്നത്. എൻ്റെ ദൈവവും എൻ്റെ കർത്താവുമായുള്ളവനെ എന്ന് പറയുമ്പോൾ ഈ കാലത്തിൻ്റെ പ്രഭു ദൈവമെന്നാണ് സാത്താനെക്കുറിച്ച് പറയുന്നത്. യേശുവിനെ ലയൺ ഓഫ് ജൂഡ, യഹൂദയുടെ സിംഹം എന്ന് പറയുമ്പോൾ ചുറ്റിക്കറയുന്ന സാത്താനാണില്ലേ? 1 പത്രോസിൽ നാം വായിക്കുന്നുണ്ട്. ഇതെല്ലാം ആണെങ്കിൽ തന്നെ ദൈവത്തിൻ്റെ ഡ്യൂപ്ലിക്കേറ്റായിട്ട് നമ്മുടെ അടുത്ത് വരുമ്പോൾ തന്നെ സാത്താൻ്റെ മേൽ ജയിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കും. നമ്മുടെ ജീവിതത്തിലെ എല്ലാ ഏരിയയിലും വളരെ സൂക്ഷ്മതയോടെ അദ്ദേഹം നമ്മുടെ അടുത്ത് വരും. ചതിയനായി നമ്മുടെ അടുത്ത് വരും, അപവാദിയായി നമ്മുടെ അടുത്ത് വരും. എന്നാൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും സാത്താനെ ജയിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കും. സ്തോത്രം. ഏതൊക്കെ ഏരിയയിലാണ് സാത്താനെ ജയിക്കുവാൻ സഹായിക്കുന്നത്? നമ്മുടെ ബന്ധങ്ങളിൽ, നമ്മുടെ കുടുംബജീവിതത്തിൽ, നമ്മുടെ വിദ്യാഭ്യാസത്തിൽ, എല്ലാ ഏരിയയിലും പാപം ചെയ്യാതിരിക്കാൻ പ്രലോഭനമായി നമ്മുടെ മുമ്പിൽ വരുമ്പോൾ ഇതിനെ എല്ലാം ജയിക്കുവാൻ ആര് നമ്മളെ സഹായിക്കും? ദൈവം നമ്മളെ സഹായിക്കും. എത്ര ബുദ്ധിയോടും സൂക്ഷ്മതയോടും നമ്മളെ വഞ്ചിക്കാനായിട്ടാണ് സാത്താൻ നമ്മുടെ അടുത്ത് വരുന്നെങ്കിലും ഇവയെല്ലാം ജയിക്കാൻ ഒരു ശിഷ്യൻ എന്ന നിലയ്ക്ക് ദൈവം നമ്മളെ സഹായിക്കും. സ്തോത്രം. നമുക്കറിയാം, ലോകം, പാപം, പിശാച്, നമ്മൾ വായിക്കുന്നുണ്ടല്ലേ, ലോകം, പാപം, പിശാച് ഒരു ദൈവമക്കൾക്ക് എതിരാണ്. ഇതിനെ ജയിക്കുവാനുള്ള ദൈവകൃപയും ദൈവം നമുക്ക് തരും. അവസാനമായി മരണത്തെ ജയിക്കുവാൻ ക്രിസ്തുവിൽ മരിക്കുന്നവർ കർത്താവിൻ്റെ 2ാമത്തെ വരവിൽ നമ്മൾ എന്ത് ചെയ്യും? ഉയർത്തെഴുന്നേറ്റുപ്പെടും. മരണത്തെ ജയിക്കുവാനും, സാത്താൻ കൊണ്ടുവരുന്ന മരണത്തെ ജയിക്കുവാനും ദൈവം നമ്മളെ സഹായിക്കും. അപ്പോൾ ഒടുവിൽ കർത്താവിൻ്റെ വരവിന് ശേഷം ഉള്ള ജയം മാത്രമാണോ നമുക്ക് സാത്താൻ്റെ മേലുള്ളത്? അല്ല. ഒന്ന് പറയാമോ? എനിക്ക് ഇന്നും എന്നും സാത്താൻ്റെ മേൽ ജയമുണ്ട്. ഒന്ന് പറയാമോ? എനിക്ക് ഇന്നും എന്നും സാത്താൻ്റെ മേൽ ജയമുണ്ട്. സ്തോത്രം. അപ്പോൾ നമ്മൾ ഓർക്കും, എങ്ങനെയാണ് ഈ ജയം എനിക്ക് ലഭിക്കുന്നത്? എങ്ങനെയാണ് ഈ ജയം എനിക്ക് ലഭിക്കുന്നത്? നമ്മുടെ മിടുക്ക് കൊണ്ടോ, നമ്മുടെ കഴിവൊക്കെ കൊണ്ട് നമുക്ക് പോകാമോ? നമ്മൾ ബോക്സിങ് ഗ്ലൗസൊക്കെ ഇട്ട് നമുക്ക് പോകാമോ സാത്താനോട് ജയിക്കാൻ? ബൈബിളിൽ 1-2 വാക്യങ്ങൾ നമ്മൾ ഉദ്ധരിച്ച് നമുക്ക് നോക്കാം. നമ്മൾക്ക് സാത്താൻ്റെ മേലുള്ള ജയം നമുക്ക് ലഭിക്കുന്നത് ജയാളിയായ ക്രിസ്തുവിലൂടെയാണ്. നമുക്കെങ്ങനെയാണ് വിജയം ലഭിക്കുന്നത്? സാത്താനെ ജയിച്ച ക്രിസ്തുവിലൂടെ. സാത്താനെ ജയിച്ച ക്രിസ്തുവും സാത്താൻ്റെ മേലുള്ള നമ്മുടെ ജയവും തമ്മിൽ വളരെ കണക്റ്റഡാണ്, ബന്ധപ്പെട്ടതാണ്. സാത്താൻ്റെ മേലുള്ള ജയം നമുക്ക് ലഭിക്കുന്നത് എപ്രകാരമാണ്? ക്രിസ്തുവിൻ്റെ മരണം, പുനരുത്ഥാനം, വന്നു മരിച്ചു, നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റു. ഇതിലൂടെയാണ് നമുക്ക് എന്ത് ലഭിക്കുന്നത്? സാത്താൻ്റെ മേലുള്ള ജയം. സ്തോത്രം. എന്നും എന്നും നിത്യത വരെയും ഉള്ള നമ്മളുടെ ജയം, സാത്താൻ്റെ മേലുള്ള ജയം നമ്മുടെ കഴിവ് കൊണ്ടോ, നമ്മുടെ ബുദ്ധി കൊണ്ടോ, നമ്മുടെ പ്രാപ്തി കൊണ്ടോ, നമ്മുടെ പണം കൊണ്ടോ, നമ്മുടെ കുടുംബ പാരമ്പര്യം കൊണ്ടോ, നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ടോ ഒന്നുമല്ല. മറിച്ച് ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ച് ഉയർത്തെഴുന്നേറ്റു, സാത്താനെ എന്നേക്കുമായി തോൽപ്പിച്ചു. അതുകൊണ്ട് എനിക്കും
നമുക്കെല്ലാവർക്കും, ഈ ലോകത്തിൽ ജീവിക്കുന്ന എല്ലാ ക്രിസ്തു ശിഷ്യനും സാത്താൻ്റെ മേൽ ജയിക്കുവാനായിട്ട് സാധിക്കും. സ്തോത്രം. 1-2 വാക്യം നമുക്കൊന്ന് നോക്കാം. കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം നമുക്കൊന്ന് നോക്കാം. കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 15 വരെയുള്ള വാക്യം. കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ ആദ്യമായി നമുക്കൊന്ന് വായിക്കാം. സ്നാനത്തിൽ നിങ്ങൾ അവനോട് കൂടെ അടക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിൻ്റെ വ്യാപാര ശക്തിയിലുള്ള വിശ്വാസത്താൽ അവനോട് കൂടെ നിങ്ങളും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അതിക്രമങ്ങളിലും നിങ്ങളുടെ ജഡത്തിൻ്റെ അഗ്രചർമ്മത്തിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവനോട് കൂടെ ജീവിപ്പിച്ചു. അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലമായിരുന്ന കൈയെഴുത്ത് മായ്ച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായി കാഴ്ചയാക്കി. ഇവിടെ നാം വായിക്കുന്നു, അതിക്രമങ്ങളിലും നിങ്ങളുടെ ജഡത്തിൻ്റെ അഗ്രചർമ്മത്തിലും നാം എന്തായിരുന്നു? വൺസ് വി വർ ഡെഡ്, മരിച്ചവരായിരുന്നു. എന്നാൽ നമ്മളെ എന്ത് ചെയ്തു? ദൈവം നമ്മളെ ജീവിപ്പിച്ചു. മരിച്ചായിരുന്നു, ദൈവം നമ്മളെ ജീവിപ്പിച്ചു. മരിച്ച ആരോടേലും പിന്നെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമോ? ഇല്ല, അധികം നാൾ വെക്കത്തില്ല. പക്ഷെ ദൈവം എന്ത് ചെയ്തു? പാപത്തിൽ മരിച്ച നമ്മളെ ക്രിസ്തു അവൻ്റെ ജീവൻ നമ്മളിലേക്ക് പകർന്ന് നമുക്ക് ജീവൻ തന്നു. അതുമാത്രമല്ല, നമ്മുടെ അതിക്രമങ്ങൾ നമ്മോട് ക്ഷമിച്ചു. നമുക്ക് മറ്റുള്ളവരുടെ തെറ്റ് ക്ഷമിക്കാൻ എന്ത് പാടാണില്ലേ? നമുക്കും പാടാണ്, അവർക്ക് നമ്മളോട് ക്ഷമിക്കാൻ പാടാണ്. എന്നാൽ ദൈവം എന്ത് ചെയ്തു? നമ്മളോട് ക്ഷമിച്ചു. ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലമായ കൈയെഴുത്ത് മായിച്ചു എന്ന് പറഞ്ഞാൽ, നാം ഒരു കുറ്റം ചെയ്താൽ പോലീസിൽ കേസ് കൊടുത്താൽ അവിടെ കുറേ ഫയലുകളൊക്കെ ഉണ്ട് നമുക്ക് വിരോധമായി. ആ ഫയലുകൾ എടുക്കുമ്പോൾ കോടതിക്കറിയാം എന്തൊക്കെ തെറ്റുകളാണ് നാം ചെയ്തിട്ടുള്ളതെന്ന്. അപ്പോൾ നാം ചെയ്ത പാപങ്ങൾ മുഖാന്തരം നമുക്ക് വിരോധമായ ചില കൈയെഴുത്തുകൾ ഉണ്ടായിരുന്നു, എഴുത്തുകൾ ഉണ്ടായിരുന്നു. എന്തു ചെയ്തു? അത് മായിച്ച് ഇറേസ് ചെയ്ത് മായിച്ചു എന്ന് മാത്രമല്ല, ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു എന്ന് പറഞ്ഞാൽ എന്നേക്കുമായി നമുക്ക് വിരോധമായ കൈയെഴുത്തുകളെല്ലാം മായ്ച്ചു കളഞ്ഞു. അതുമാത്രമല്ല, നമുക്ക് ശിക്ഷയുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ കുറ്റം ചെയ്താൽ കോടതി നമ്മളെ വിധിക്കുമ്പോൾ നാം പിന്നെ ജയിലിലാണ്. നമ്മളെ അവിടെ വാഴുന്ന നമ്മളെ നോക്കുവാൻ, നമ്മൾ ജയിലിൽ നിന്ന് ചാടിപ്പോകാൻ നോക്കാനൊക്കെ അവിടെ എന്തുണ്ട്? ഗാർഡുണ്ട്. അതുപോലെ വാഴ്ചകളും അധികാരങ്ങളെയും ആയുധവർഗം വെച്ച് ക്രൂശിൽ അവൻ്റെ മേൽ ജയോത്സവം കൊണ്ടാടി നമുക്കെതിരായി നിന്നിരുന്ന വാഴ്ചകളെയും അധികാരങ്ങളെയും എല്ലാം പരസ്യ കാഴ്ചയാക്കി. നമ്മൾ പരസ്യ കാഴ്ചയായി കിടക്കേണ്ട സ്ഥാനത്ത് യേശു എന്തു ചെയ്തു? അവരെ, നമുക്ക് വിരോധമായി നിന്നവരെ എല്ലാം പരസ്യ കാഴ്ചയാക്കി. ആരാണ് നമുക്ക് വിരോധമായി നിൽക്കുന്നത്? അയൽക്കാരിയാണോ? അല്ല. ചേട്ടനാണോ? അല്ല. ഭർത്താവാണോ? അല്ല. ഭാര്യയാണോ? അല്ല. കുഞ്ഞാണോ? അല്ല. സാത്താനെയാണ് പരസ്യകോലമാക്കിയത്. മരണത്തിൻ്റെ മേൽ ജയമില്ല എന്ന് പറഞ്ഞ് സാത്താനെ പരസ്യകോലമാക്കി. നമ്മുടെ മേൽ എഴുതിയ ശാപത്തിന് പകരം അനുഗ്രഹം തന്ന്, സ്തോത്രം, മരണത്തിന് പകരം ജീവൻ തന്ന് ദൈവം യേശുവിലൂടെ നമുക്ക് ജയോത്സവം തന്നു. അപ്പോൾ നമ്മൾ സാത്താൻ്റെ മേലുള്ള ജയം എന്തിലൂടെയാണ്? യേശുവിലൂടെ, യേശുവിൻ്റെ ക്രൂശ് മരണത്തിലൂടെ. ഇവിടെ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. തുടങ്ങിയത് സ്നാനത്താൽ എന്ന് പറഞ്ഞാണ്. ഒരു ശിഷ്യൻ സ്നാനപ്പെടും, സ്നാനത്തിലൂടെ രക്ഷിക്കപ്പെടും, സ്നാനപ്പെടും. സ്നാനത്തിലൂടെയാണ് ഇതെല്ലാം നടക്കുന്നത്. മരിച്ച് അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. സ്തോത്രം. ഞാൻ ഈ ദിവസങ്ങളിൽ നമ്മുടെ ചർച്ചിൽ ടീനേജേഴ്സായ കുറേ കുഞ്ഞുങ്ങളുണ്ട്. അവരാരും സ്നാനത്തിന് മുമ്പോട്ട് വരാത്തത് കൊണ്ട് ഞാൻ വളരെ അവർക്ക് വേണ്ടി ഞാൻ ഈ ദിവസങ്ങൾ പ്രാർത്ഥിക്കുന്നു. മാതാക്കളായ നമ്മൾ പിതാക്കളായ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളോട് ആ കാര്യം പറഞ്ഞു കൊടുക്കണം. സ്തോത്രം. ക്യാത്തി 8ാം ക്ലാസ് ആയപ്പോഴാണ് അവൾ സ്നാനപ്പെട്ടത്. അന്ന് പ്രിയ കുടുംബം എന്നോട് പറഞ്ഞു, പലരും ചോദിച്ചു, എന്തിനാ ഇപ്പോഴേ സ്നാനപ്പെടുത്തുന്നേ? ഇല്ലേ, എന്തിനാ ഇപ്പോഴേ സ്നാനപ്പെടുത്തുന്നേ?
എന്തിനാണ് ഇപ്പോഴേ സ്നാനപ്പെടുത്തുന്നത്? കർത്താവിനോട് ചേരാൻ, അല്ലാതെ എന്തിനാ? വേറെ എന്തിനേലും ആണ് നമ്മൾ കുഞ്ഞുങ്ങളെ സ്നാനപ്പെടുത്തുന്നത്? ഒന്നിനുമല്ല, കർത്താവിനോട് ചേരാൻ. നമ്മൾ കുഞ്ഞുങ്ങളെ ആഹാരം കഴിക്കാൻ നിർബന്ധിക്കും, സ്കൂളിൽ പോകാൻ നിർബന്ധിക്കും, ഇല്ലേ? മറ്റു പല കാര്യങ്ങൾക്ക് നിർബന്ധിക്കും. അതെന്ത് ചെയ്യണം? കുഞ്ഞുങ്ങളോട് പറയണം, മക്കളെ, കർത്താവിനെ തിരിച്ചറിയാൻ സമയമായെങ്കിൽ, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി മരിച്ചു ഉയർത്തെഴുന്നേറ്റു ജീവിക്കുന്നുവെന്ന് മനസ്സിലാകാൻ നിങ്ങൾക്ക് ഒരു പ്രാപ്തിയായാൽ അനുസരണത്തിലോട്ട് പോകണം. നമ്മുടെ കുഞ്ഞ് ഒരു ടീനേജറായിട്ടും അതിനുവേണ്ടി ഒരുങ്ങിയില്ലെങ്കിൽ നമ്മൾ ഉപവസിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവരുടെ ഹൃദയ കണ്ണ് തുറന്നില്ലെങ്കിൽ, ഹൃദയ കണ്ണ് അടഞ്ഞിരുന്നാൽ, നമ്മുടെ വീട്ടിൽ ജീവിച്ചിട്ട് നമ്മൾ ഭക്തിയുള്ളവരാണ്, നമ്മുടെ വീട്ടിൽ ജീവിച്ചിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഹൃദയ കണ്ണ് തുറന്നില്ലെങ്കിൽ നമുക്ക് അയ്യോ കഷ്ടമല്ലേ? അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവേ, സ്നാനത്തിന് വേണ്ടി കണ്ണു തുറക്കാൻ എൻ്റെ കുഞ്ഞുങ്ങളെ സഹായിക്കണമേ. സ്തോത്രം. നിങ്ങൾക്കറിയാമല്ലോ, ഞങ്ങൾക്ക് 4 കൊച്ചുമക്കളുണ്ട്. 2 വയസ്സ് ഒരാൾക്കായി, ബാക്കി എല്ലാവർക്കും 2 വയസ്സായില്ല. ഞാനിപ്പോഴേ പ്രാർത്ഥിക്കും, 8 വയസ്സാവുന്നതിന് മുമ്പേ അവരെല്ലാവരും യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കണം. 12 വയസ്സാവുന്നതിന് മുമ്പേ അവരെല്ലാവരും സ്നാനപ്പെടണം, പരിശുദ്ധാത്മാവിനാൽ നിറയണമെന്ന് വലിയമ്മച്ചിയായ എൻ്റെ പ്രാർത്ഥനയാണ് എൻ്റെ കൊച്ചുമക്കൾക്ക് വേണ്ടി. കാരണം ഇത് അവരുടെ ജീവിതത്തിൽ വരണമെങ്കിൽ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ വരണമെങ്കിൽ, യേശുവിനോടുള്ള അനുസരണത്തിൽ അതിൻ്റെ ഒരു ഭാഗമായ സ്നാനം കൂടെ, വളരെ പ്രധാനമായ ഭാഗമായ സ്നാനം കൂടെ അവരുടെ ജീവിതത്തിൽ ഉണ്ടായേ മതിയാകുകയുള്ളൂ. അപ്പോൾ ഞാൻ കാര്യത്തിലേക്ക് വരട്ടെ. ക്രിസ്തുവിൻ്റെ മരണത്തിലൂടെ, ക്രൂശ് മരണത്തിലൂടെ ദൈവം നമുക്ക് വിരോധമായ ചട്ടങ്ങളെ എല്ലാം മായ്ച്ചു കളഞ്ഞവരെ പരസ്യ കൊലമാക്കി. ഇനി നമുക്ക് വായിക്കാം കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തരാക്കുകയും നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി വയ്ക്കുകയും ചെയ്ത് പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം എന്നും അപേക്ഷിക്കുന്നു. നമ്മളെ വിടുവിച്ച് മാത്രമല്ല, നമ്മളെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ചു. പ്രൈസ് ദി ലോർഡ്. നന്ദി കർത്താവേ എന്ന് മാത്രമല്ല, നമുക്കൊരു പുതിയൊരു സ്ഥാനം തന്നിരിക്കുകയാണ്. എന്താണ് സ്ഥാനം? തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കിയിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ദൈവരാജ്യത്തിൽ നമ്മളെ ആക്കിയിരിക്കുകയാണ്. മുമ്പ് നമ്മൾ ഇരുട്ടിൻ്റെ രാജ്യത്തിലായിരുന്നു, സാത്താൻ്റെ രാജ്യം, ഇരുട്ടിൻ്റെ രാജ്യം. എന്നാൽ ഇന്ന് നമ്മൾ എവിടെയാണ്? ദൈവരാജ്യത്തിലാണ്. ആരാണ് ഇതിന് കാരണം? ദൈവം നമ്മെ അതിന് പ്രാപ്തരാക്കി. തൻ്റെ രക്ഷണ പ്രവൃത്തിയിലൂടെ, തൻ്റെ വീണ്ടെടുപ്പിലൂടെ ദൈവം നമ്മളെ ഇതിന് പ്രാപ്തരാക്കി. നാം പുതിയ രാജ്യത്തിൻ്റെ അവകാശികളാണ്. സ്തോത്രം. ഇതെല്ലാം ക്രിസ്തു നമ്മൾ ചെയ്തു. നമ്മൾ 1 യോഹന്നാൻ 4:4 നാം ഇങ്ങനെ വായിക്കുന്നു. വായിക്കാമോ? കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവർ ആകുന്നു, അവരെ ജയിച്ചും നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവർ ആകുന്നു, അവരെ ജയിച്ചും ഇരിക്കുന്നു. നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ. ലോകത്തെ നാം ജയിച്ചു, പാപത്തെ നാം ജയിച്ചു, ജഡത്തെ നാം ജയിച്ചു. നമ്മളിലുള്ളവർ ലോകത്തിനുള്ളവരേക്കാൾ വലിയവനല്ലേ. സ്തോത്രം. ഇത്രയും വാക്യങ്ങൾ, ധാരാളം വാക്യങ്ങൾ വേറെ ബൈബിളിലുണ്ട്. ഇത്രയും വാക്യങ്ങൾ നമ്മൾ വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി എങ്ങനെയാണ് നമ്മൾ സാത്താനെ ജയിക്കുന്നത്. ക്രിസ്തുവിലൂടെ. ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ നാം നിലനിൽക്കുമ്പോൾ, ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിൽ നാം അനുരൂപമാകുമ്പോൾ നാം സാത്താനെ ജയിക്കുവാനായിട്ട് സാധിക്കും. സ്തോത്രം. യേശു ഇപ്രകാരം പറഞ്ഞു, നിങ്ങൾക്ക് എന്നിൽ സമാധാനമുണ്ടാകേണ്ടതിന് ഇത് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു. ലോകത്തിൽ നിന്നും കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. സ്തോത്രം. ഈ ലോകത്തിൽ കഷ്ടതയില്ലെന്ന് പറഞ്ഞില്ല, പ്രയാസം ബുദ്ധിമുട്ടും ഇല്ലെന്ന് പറഞ്ഞില്ല. മറിച്ച് എന്താണ്? കഷ്ടതയുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, എല്ലാമുണ്ട്. നമ്മുടെ സ്നേഹിതന്മാർക്കുമുണ്ട്, നമ്മുടെ അയൽവാസികൾക്കുമുണ്ട്, നമ്മൾക്കുമുണ്ട്. പക്ഷെ നമുക്കുള്ള ദൈവം എന്താണ്? ഇതിനെയെല്ലാം ജയിച്ചവനാണ്. അവൻ്റെ ജയം, യേശുവിൻ്റെ ജയമാണ് നമുക്കുള്ളത്. യേശുവിൻ്റെ ജയമാണ് നമുക്കുള്ളത്. സ്തോത്രം. നമ്മളിപ്രകാരം വെളിപ്പാട് പുസ്തകത്തിൽ ഇങ്ങനെ വായിക്കുന്നു, അവർ കുഞ്ഞാടിനോട് പോരാടും, താൻ കർത്താതി കർത്താവും രാജാതി രാജാവും ആകൊണ്ട് കുഞ്ഞാട് തന്നോട് കൂടെ ഉള്ളവരെ, വിളിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരും വിശ്വസ്തരുമായി അവരെ ജയിക്കും. നാം സാത്താനെ ജയിച്ചിരിക്കുന്നു.
നാം സാത്താനെ ജയിക്കും. സ്തോത്രം. അപ്പോൾ ഏതൊക്കെ ഏരിയയിലാണ് സാത്താനെ ജയിക്കുന്നത്? എല്ലാ ഏരിയയിലും സാത്താനെ ജയിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. അതിന് കാരണം എന്താണ്? ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്ന് ജയാളിയായി ജീവിക്കുന്നു. ക്രിസ്തുവിൻ്റെ ജയമാണ് നമുക്കുള്ളത്. സ്തോത്രം. ഒരു ദൈവ പൈതൽ നാം അനുവദിക്കുന്ന ഇടം വരെ ശത്രു നമ്മളെ തോൽപ്പിക്കാനായിട്ട് നമ്മളെ അറ്റാക്ക് ചെയ്തിരിക്കാം. പക്ഷെങ്കിൽ നമ്മളെ ജയിക്കണമെങ്കിൽ നാം അനുവദിക്കുന്ന ഏറിയ വരെ മാത്രമേ ശത്രുവിന് നമ്മളെ ജയിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. നാം ഒരു പാപത്തിന് വഴുതി വീഴാൻ നാം എവിടെ വരെ അവസരം കൊടുക്കുന്നോ അവിടെ വരെ മാത്രമേ സാത്താൻ നിൽക്കുകയുള്ളൂ. അതിനിപ്പുറത്തോട്ട് സാത്താന് വരുവാൻ കഴിയുകയില്ല. സ്തോത്രം. കാരണം എന്താണ്? നാം സാത്താനെ ജയിച്ചവരാണ്. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? ഈ ജയം നമ്മുടെ ജീവിതത്തിൽ വരണമെങ്കിൽ സാത്താന് നാം ഇടം കൊടുക്കരുത്. സ്തോത്രം. അതാണ് അടുത്ത ഭാഗങ്ങൾ നമ്മൾ വായിക്കുന്നത്. എങ്ങനെ നാം ജീവിക്കും? ക്രിസ്തുവിൻ്റെ ജയം നമ്മൾ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. നാം എങ്ങനെ ജീവിക്കും? ഓരോ ദിവസവും നമ്മളെ തന്നെ ഓർമ്മിപ്പിക്കുക. എന്തോർമ്മിപ്പിക്കണം? എനിക്ക് ഒരു വിജയം ക്രിസ്തുവിലൂടെ എനിക്കുണ്ട്. ഐ ഹാവ് വിക്ടറി. ക്രിസ്തുവിലൂടെ ഞാൻ ജയിച്ചവനാണ്. അതുമാത്രമല്ല, എല്ലാറ്റിലും മേലുമുള്ള അധികാരം ക്രിസ്തുവിനായതാൽ ആ അധികാരം മുഴുവനും ദൈവം എനിക്ക് തന്നിരിക്കുന്നു. ക്രിസ്തു ജയിച്ചവനാണ്, ഞാനും ജയിച്ചവനാണെന്നുള്ള അറിവ് മാത്രമല്ല, എനിക്ക് അധികാരമുണ്ട്. എന്ത്? സാത്താനോട് എതിർത്ത് നിൽപ്പാനുള്ള അധികാരം. സാത്താനെ പോ പിശാചേ എന്ന് പറഞ്ഞാൽ പോകാൻ തക്കവണ്ണമുള്ള അധികാരം ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. സ്തോത്രം. ഞാനിന്ന് വായിക്കട്ടെ. വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് അറിയേണ്ടതിന് അപ്പോസ്തലനായ പൗലോസ് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു, അവനെ മരിച്ചവരുടെ നിന്ന് ഉയർപ്പിച്ചു, സ്വർഗത്തിൻ്റെ വലത്ത് ഭാഗത്ത് എല്ലാ വാഴ്ചകൾക്കും അധികാരങ്ങളും ശക്തിക്കും കർത്തൃത്വം ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിനും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും സർവവും അവൻ്റെ കാൽക്കരാക്കി അവനെ സർവത്തിനും മീതെയാക്കി. എന്ന് പറഞ്ഞാൽ എല്ലാം ദൈവത്തിന് നൽകി, എല്ലാം ദൈവം ക്രിസ്തുവിന് നൽകി, ക്രിസ്തുവിൻ്റെ കാൽക്കീഴാക്കി. അവസാനത്തെ വാക്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാറ്റിനും എല്ലാം നിറവാകുന്ന അവൻ്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. എല്ലാം കാൽക്കലാക്കി, ക്രിസ്തുവിൻ്റെ കാൽക്കലാക്കിയിട്ട് എന്ത് ചെയ്തു? തൻ്റെ ശരീരമായ സഭയ്ക്ക് ആ അധികാരം കൈമാറിയിരിക്കുകയാണ്. സ്തോത്രം. അപ്പോൾ ക്രിസ്തു ജയിച്ചു. അതുമാത്രമല്ല, ക്രിസ്തുവിൻ്റെ സഭയായ ശരീരത്തിൻ്റെ ഭാഗമാകുന്ന എനിക്ക് ശത്രുവിനെ ജയിക്കുവാനുള്ള അധികാരം എനിക്കുണ്ട് എന്ന് നാം മനസ്സിലാക്കുക. സ്തോത്രം. അതുകൊണ്ട് നാം ഭയപ്പെടേണ്ട കാര്യമില്ല. നാം ജയിച്ചവരുടെ കൂട്ടത്തിലാണ്. നമുക്ക് ജയം നമ്മുടെ അവകാശമാണ്. കാരണം എന്താണ്? നാം ക്രിസ്തുവിൻ്റെ ശരീരമായ സഭയുടെ ഭാഗമാണ്. എവിടൊക്കെ നാം ആയിരിക്കുന്നു, ഏതെല്ലാം മേഖലകളിൽ നമ്മളായിരിക്കുന്നു, അവിടെ എല്ലാം ദൈവം നമ്മൾ പറയുക, ഞാൻ ജയിച്ചവരാണ്. സ്തോത്രം. നമ്മുടെ കുടുംബജീവിതത്തിൽ, നമ്മുടെ വിദ്യാഭ്യാസത്തിൽ, നമ്മുടെ ജോലിയിൽ, നമ്മുടെ ശാരീരികമായ രോഗങ്ങളിൽ, നമ്മുടെ ബുദ്ധിമുട്ടുകളിൽ, കുടുംബ പ്രശ്നങ്ങളിൽ, തകർച്ചകളിലെല്ലാം നാം ആ തകർച്ചകളെ എല്ലാം നോക്കി പറയുക, ഞാൻ ജയിച്ചവരാണ്, ഞാൻ ജയിച്ചവളാണ്, എനിക്ക് ശത്രുവിൻ്റെ മേൽ അധികാരമുണ്ട്, ഞാൻ ജയിച്ചവളാണ്, ഞാൻ തോറ്റവളല്ല. തോറ്റുവെന്ന്, ഞാൻ തോറ്റുമെന്ന് ടീച്ചേഴ്സ് 10 പ്രാവശ്യം പറഞ്ഞ ആ കുട്ടി എന്തു ചെയ്യും? തോറ്റുപോകും. നാം തന്നെ നമ്മളോട് തോറ്റു എന്ന് പറഞ്ഞാൽ എന്തു ചെയ്യും? നമ്മുടെ മനോഭാവം തന്നെ തോറ്റുവെന്നുള്ള മനോഭാവമാണ്. അതിന് പകരം നാം എന്ത് പറയണം? ഞാൻ ജയിച്ചവളാണ്, എൻ്റെ മേൽ ദൈവം ഒരു അധികാരം തന്നിട്ടുണ്ട്, ആ അധികാര മുഖാന്തരം ഞാൻ സാത്താനെയും ലോകത്തെയും പാപത്തെയും ജയിക്കും. സ്തോത്രം. താങ്ക് യു ലോർഡ് ജീസസ്. ഇത് നാം നോക്കേണ്ടത് ഈ സാത്താനെ ജയിക്കാൻ മാത്രമുള്ള അധികാരമല്ല, മറിച്ച് സാത്താൻ്റെ രാജ്യത്തിന് വരുത്താൻ വേണ്ടിയുള്ള അധികാരമാണിത്. സാത്താൻ്റെ രാജ്യത്തിന് കേടുവരുത്താൻ. നിങ്ങൾക്ക് ഒരുപക്ഷെ ഓർക്കുന്നുണ്ടായിരിക്കാം, ഹീലിങ്ങിനെ കുറിച്ച് ഇവിടെ പഠിപ്പിച്ചൊരു ദൈവദാസൻ.
ആ ദേവദാസൻ ഹീലിംഗ് കോൺഫറൻസുകൾ എടുക്കാൻ പോകുന്ന സമയത്ത് അദ്ദേഹത്തിന് ശാരീരികമായ അസുഖം വരും. ഉടനെ അദ്ദേഹത്തിൻ്റെ മക്കൾക്കോട് വിളിച്ചു പറയും, ഞാൻ ശാരീരികമായി ഭാരപ്പെടുന്നുവെന്ന്. അപ്പോൾ അദ്ദേഹത്തിനുണ്ട് 3-4-5 ആമക്കളുണ്ട്. ഈ ആമക്കൾ അടുത്തുള്ള ഹോസ്പിറ്റലിലെ എമർജൻസി റൂമിലോട്ട് പോയിട്ട് ഓരോരുത്തർക്ക് വേണ്ടി അങ്ങ് പ്രാർത്ഥിക്കാൻ തുടങ്ങും. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് പപ്പായെ വിളിച്ച് ചോദിക്കും, പപ്പ എങ്ങനെയുണ്ട്. ഓക്കെ, പപ്പായ്ക്ക് ബെറ്റർ ആകുന്നിടം വരെ അവരെന്ത് ചെയ്യും, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അവരിങ്ങനെ പറയും, എൻ്റെ പപ്പായെ നീ അറ്റാക്ക് ചെയ്യുവാണ്, ഞാൻ നിന്നെ ഇവിടെ അറ്റാക്ക് ചെയ്യും. സ്തോത്രം. അന്നേരം സാത്താൻ്റെ മേലുള്ള ജയം നമ്മുടെ പ്രശ്നങ്ങളുടെ മേലുള്ള ജയം മാത്രമല്ല, സാത്താൻ്റെ രാജ്യത്തിൻ്റെ മേലുള്ള ജയം കൂടാണെന്ന് മനസ്സിലാക്കുക. നമുക്ക് ഭയപ്പെടേണ്ട കാര്യമുണ്ടോ? ഇല്ല. കാരണം എന്താണ്? യേശു നമ്മളെ ദൈവത്തിൻ്റെ രാജ്യത്തിലാക്കിയിരിക്കുകയാണ്. ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ പ്രതിനിധി എന്ന പോലെയാണ് നാം സാത്താൻ്റെ രാജ്യത്തിനെതിരായി പ്രവർത്തിക്കുന്നത്. സ്തോത്രം. അപ്പോൾ ഈ മേഖലകളിലൊക്കെ, നമ്മുടെ ജീവിതത്തിൻ്റെ വിവിധങ്ങളായ മേഖലകളിൽ എവിടൊക്കെയാണോ ശത്രു പ്രവർത്തിക്കാൻ വരുന്നത്, അതിൻ്റെ മേലൊക്കെ നാം എന്ത് ചെയ്യണം? ജയാളിയാണ്. ജയമെടുത്ത് പ്രാർത്ഥിക്കുക. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടും യേശു കർത്താവെന്ന്. സ്തോത്രം. ദൈവം യേശുവിന് എല്ലാ വാഴ്ചകളും അധികാരം കൊടുത്തതുകൊണ്ട്, നാം ക്രിസ്തുവിൻ്റെ സഭയായതുകൊണ്ട് ആ അധികാരം നമ്മുടേതാണ്. സ്തോത്രം. ഈ ഒരു അറിവ് നാം മറക്കരുത്. ഭാരം വരുമ്പോൾ, പ്രയാസം വരുമ്പോൾ പെട്ടെന്ന് നമ്മൾ പേടിച്ചു പോകും. പേടിക്കരുത്. അതിന് വരെ നാം എന്ത് പറയണം? ഞാൻ ജയാളിയാണ്, എൻ്റെ പിതാവ് ജയിച്ചതാണ്. സ്തോത്രം. യേശു ജയിച്ചതാണ്. ഞാൻ യേശുവിൻ്റെ ശരീരമായ സഭയുടെ ഭാഗമാണ്. അതുകൊണ്ട് ഞാനും ജയിച്ചവളാണ്. സ്തോത്രം. ഞാനും ജയിച്ചവനാണ്. രണ്ടാമതായിട്ട് നാം മനസ്സിലാക്കേണ്ടത്, നാം ശത്രുവിനോട് എതിർത്ത് നിൽക്കണം, ദൈവത്തോടടുത്തു വരണം. അതുമാത്രമല്ല, സാത്താന് നാം ഇടം കൊടുക്കരുത്. ഈ 3 കാര്യങ്ങൾ വളരെ പ്രധാനമാണ്. ശത്രുവിനെ ജയിക്കുവാൻ ഒരു ശിഷ്യൻ എന്ന നിലയ്ക്ക് ഈ 3 കാര്യങ്ങൾ വളരെ പ്രധാനമാണ്. ഈ വാക്യങ്ങൾ എഴുതുന്നത് ദൈവമക്കളോടെയാണ്. യാക്കോബ് എഴുതുന്നത്, പൗലോസ് എഴുതുന്നത് സഭയിലുള്ള ദൈവമക്കളോടാണ്. നമ്മൾ ഓർക്കും, എന്തിനാണ് അവരോട് പറയുന്നത്? സാത്താനോട് എതിർത്ത് നിൽപ്പീൻ, ദൈവത്തോട് അടുത്തു വരുവീൻ. എന്തിനാ പറയുന്നത്? അവർ ദൈവത്തോട് അടുത്ത് നിൽക്കുന്നവരല്ലേ? നമുക്കറിയാമല്ലോ. ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതം ഇങ്ങനെ ഓടിച്ചു പോകുമ്പം അവിടെ ഇവിടെയൊക്കെ നാം തട്ടിമുട്ടി പോകുമ്പോൾ കർത്താവിനോട് അകന്നു പോകാനൊക്കെയുള്ള ഇടയുണ്ട്. അത് മനസ്സിലാക്കി പറയുകയാണ്, നമ്മൾ സാത്താനോട് എതിർത്ത് നിൽക്കണം, വളരെ ശക്തിയോട് എതിർത്ത് നിൽക്കുക. ആ സമയം തന്നെ നാം എന്ത് ചെയ്യണം? ദൈവത്തോട് അടുത്ത് നിൽക്കണം. ശത്രുവിനെ എതിർത്ത് ദൈവത്തോട് അടുത്ത് നിൽക്കണം. അതുമാത്രമല്ല, സാത്താന് നാം ഇടം കൊടുക്കരുത്. നമ്മുടെ ഭവനത്തിൽ, നമ്മുടെ ജോലിയിൽ, നമ്മുടെ വിദ്യാഭ്യാസത്തിൽ, നമ്മുടെ മനസ്സിൽ, നമ്മുടെ ശരീരത്തിൽ ഒന്നും എന്ത് ചെയ്ത് സാത്താന് നാം ഇടം കൊടുക്കരുത്. സ്തോത്രം. ഈ വാക്യങ്ങൾ നിങ്ങൾ പുറകാലം വായിച്ചാൽ മതി. യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവീൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ദൈവത്തോട് അടുത്ത് ചെല്ലുവീൻ, എന്നാൽ അവൻ നിങ്ങളുടെ അടുത്ത് വരും. എതിർത്ത് നിൽക്കുമ്പോൾ, ഓടിപ്പോകുമ്പോൾ, സ്തോത്രം, അടുത്ത് ചെല്ലുമ്പോൾ അടുത്ത് വരുന്നവനാണ് നമ്മുടെ ദൈവം. സ്തോത്രം. എതിർത്ത് നിന്നാൽ മാത്രം പോരാ, മറിച്ച് എന്ത് ചെയ്യണം? നാം ദൈവത്തോട് അടുത്ത് വരണം. സ്തോത്രം. പിന്നെ നാം വായിക്കുന്നു, സാത്താന് ഇടം കൊടുക്കരുത്. സ്തോത്രം. സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്. അവൻ്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ. സ്തോത്രം. സാത്താൻ്റെ സ്കീംസ്, തന്ത്രങ്ങൾ നാം അറിയാത്തവരല്ല. ആദ്യ പിതാവിൻ്റെ അടുത്ത് എങ്ങനെയാണ് വന്നത്? ദൈവവചനവുമായിട്ടാണ് വരുന്നത്, ഇല്ലേ? ദൈവത്തിൻ്റെ വചനവുമായിട്ട് വന്നിട്ട് ദൈവം ഇത് പറഞ്ഞിട്ടുണ്ടോ, ദൈവം പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഓർക്കും, എന്തുവാ പറഞ്ഞത്? ശരിയാണല്ലോ, എന്തുവാ പറഞ്ഞത്, ഇല്ലേ? ഒരു സംശയത്തിൽ നിന്ന് എന്തായി? മറുതലിപ്പിലേക്കായി, അവിശ്വാസത്തിലോട്ടായി, ഇല്ലേ? എവിടെയാണ്? ഏദൻ തോട്ടത്തിൽ 40 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ യേശുവിൻ്റെ അടുത്ത് പിശാച് വന്നില്ലേ? ദൈവവചനവുമായിട്ടാണ് വരുന്നത്, ഇല്ലേ? ദൈവത്തിൻ്റെ കാര്യം പറഞ്ഞാണ് വരുന്നത്. ദൈവത്തിൻ്റെ കാര്യം പറഞ്ഞു വരുമ്പോൾ നമ്മൾ ഓർക്കും ഒരു സാത്താനാണെന്ന്. അതുകൊണ്ടാണ് പറയുന്നത് വെളിച്ച ദൂതൻ. സ്തോത്രം. സാത്താൻ്റെ തന്ത്രങ്ങളെ നാം മനസ്സിലാക്കണം. എങ്ങനെ മനസ്സിലാക്കണം? ബൈബിൾ വായിക്കുമ്പോൾ ബൈബിളിലുള്ള പല വ്യക്തികൾ എങ്ങനെയാണ് സാത്താൻ്റെ തന്ത്രത്തിൽ അകപ്പെട്ടത് നാം മനസ്സിലാക്കുക. സ്തോത്രം. അതുമാത്രമല്ല, ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ദൈവത്തോട് ആലോചന ചോദിക്കണം. ഇത് ദൈവത്തിൻ്റെയാണോ, മനുഷ്യൻ്റെയാണോ, എൻ്റെ ചിന്തയാണോ, സാത്താൻ്റെ ചിന്തയാണോ? സ്തോത്രം. നമ്മളിങ്ങനെ വായിക്കുന്നു,
ആ കൃഷിക്കാരൻ കിടന്നുറങ്ങിയപ്പോൾ ബൈബിളിൽ വായിക്കുന്നു, ശത്രു വന്ന് കള വിതച്ചു. ശത്രു വന്ന് ആ വയലിൽ എന്ത് ചെയ്തു? കള വിതച്ചു. ഉറങ്ങിക്കിടന്നപ്പോഴാണ് വന്ന് കള വിതറിയത്. അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നപ്പോൾ കള വിതറിയായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് മനസ്സിലായേനെ. സ്തോത്രം. അതുകൊണ്ട് ഗോതമ്പ് മണി വളർന്നു വരുന്ന അന്ന് വരെയും ആ കളയും ഗോതമ്പ് മണിയോടൊപ്പം വളർന്നു വന്നു എന്ന് മനസ്സിലാകുന്നല്ലോ. അപ്പോൾ എന്താണ്? തന്ത്രശാലിയാണ് സാത്താൻ, തന്ത്രശാലി. ശത്രുവിൻ്റെ തന്ത്രത്തെ നാം മനസ്സിലാക്കിയിട്ട് എന്തു ചെയ്യണം? സാത്താനോട് എതിർത്ത് നിൽക്കണം, ദൈവത്തോടടുത്ത് വരണം. സാത്താന് നാം ഇടം കൊടുക്കരുത്. ജഡത്തിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് നമ്മൾ ഗലാത്യ ലേഖനത്തിൽ വായിക്കുന്നുണ്ടോ? പല രീതിയിലുള്ള ജഡത്തിൻ്റെ പ്രവൃത്തികളുണ്ട്. കോപം, ക്രോധം, ദ്വന്ദ്വപക്ഷം, അങ്ങനെ പല കാര്യങ്ങളുണ്ട്, പല കാര്യങ്ങൾ. ഇതിനെല്ലാം നമ്മൾ എന്തു ചെയ്യണം? നമ്മുടെ മനസ്സിൽ വരുമ്പോൾ അതിനെ എടുത്ത് കളയണം. പോ സാത്താനെ എന്ന് പറയുക. എൻ്റെ ഫാദർ പറയുമായിരുന്നു, നമുക്ക് ഈ ലോകത്ത് മുഴുവനും കൊട വിരിച്ചിട്ടേ നമുക്ക് മഴയത്ത് നടക്കാൻ പറ്റുമോ? ഇല്ല. നാം തന്നെ ഒരു കുട പിടിച്ചങ്ങ് നടക്കുക. പിന്നെ എൻ്റെ ഫാദർ വേറൊരു ഉദാഹരണം പറയുമായിരുന്നു, ഈ ലോകത്ത് ഒത്തിരി പറവകളുണ്ടല്ലോ ഇല്ലേ? ഈ പറവകൾ നമ്മുടെ മേളിലൂടെ പറക്കാതിരിക്കാൻ സാധിക്കുമോ? ഇല്ല. പറവകൾ പറക്കും, പക്ഷെ നമ്മുടെ തലയെ കൂട് വെക്കാൻ സമ്മതിക്കത്തില്ല. എന്ന് പറഞ്ഞാൽ ലോകത്തിൽ പല വിധത്തിലുള്ള പ്രലോഭനങ്ങൾ, പ്രശ്നങ്ങൾ ഒക്കെ വരും. അത് നമ്മൾ സാത്താൻ്റെ തന്ത്രമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നാം എന്ത് ചെയ്യണം? സാത്താനോട് എതിർത്ത് നിൽക്കണം, ദൈവത്തോട് അടുത്തു വരണം. സാത്താന് നാം ഇടം കൊടുക്കരുത്. സ്തോത്രം. തന്ത്രം, അതൊക്കെയുള്ള വാക്കുകൾ കേൾക്കുമ്പോൾ അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങണമെന്ന് പറഞ്ഞ് സാത്താൻ ഇങ്ങനെ ഓടി നടക്കുക എന്നൊക്കെ പറയുമ്പോൾ സാത്താൻ്റെ തന്ത്രങ്ങളും നമ്മൾ അനുഭവിക്കാവുന്ന അപകടങ്ങളെക്കുറിച്ച് മനസ്സിലായല്ലോ. തന്ത്രങ്ങളും അപകടങ്ങളും നാം മനസ്സിലായി. ആരെ വിഴുങ്ങണമെന്ന് വിചാരിച്ച് ഇങ്ങനെ ഊടാടി നടക്കുകയാണെന്ന് പറയുമ്പോൾ ശരിക്കും അതെന്താണ്? അപകടമാണ്. സാത്താൻ കൊണ്ടുവരുന്നത് അപകടമാണ്. കൊല്ലുവാൻ, മുടിക്കുവാൻ, മോഷ്ടിക്കുവാൻ സാത്താൻ വരുന്നു. ദൈവമോ വന്നത് നിത്യജീവൻ, സമൃദ്ധിയായ ജീവൻ നൽകാൻ. അതുകൊണ്ടാണ് നമ്മൾ സാത്താനെ എന്ത് ചെയ്യണം? എതിർത്ത് നിൽക്കണം. ദൈവത്തോട് എന്ത് ചെയ്യണം? അടുത്തു വരണം. സ്തോത്രം. നാം പലപ്പോഴും ഇന്ന് ക്രിസ്ത്യാനികളായി നമ്മൾ നമ്മളുടെ എതിരെ വരുന്ന പല യുദ്ധങ്ങളും തോൽക്കുന്നത് സാത്താൻ്റെ തന്ത്രത്തെ മനസ്സിലാകാത്തത് കൊണ്ടാണ്. ലോകപ്രകാരമുള്ള യുദ്ധങ്ങൾ നമുക്കറിയാമല്ലോ. പല യുദ്ധങ്ങളൊക്കെ എന്താണ് രാജാക്കന്മാർ തോറ്റിട്ടുള്ളത്? ശത്രുവിൻ്റെ തന്ത്രം ഈ രാജാവിന്, എതിർ രാജാവിന് മനസ്സിലായില്ല. അല്ലെങ്കിൽ ഇവിടുത്തെ സേനാപതിക്ക് അവരുപയോഗിക്കാൻ പോകുന്ന തന്ത്രങ്ങൾ മനസ്സിലാകാത്തത് കൊണ്ട് ഈ രാജാവ് എന്ത് ചെയ്തു? സൈന്യബലം കാണും, പക്ഷെങ്കിൽ തോറ്റുപോയി. അതുപോലെയാണ് നമ്മളും, ക്രിസ്ത്യാനികളായ നമ്മൾ. സാത്താനുണ്ടെന്നറിയാം, സാത്താൻ്റെ പ്രവർത്തനങ്ങൾ അറിയാം, പക്ഷേ ഓരോ രാവിലെ ഉപയോഗിക്കുന്ന തന്ത്രമല്ല ഉച്ചയ്ക്ക് ഉപയോഗിക്കുന്ന തന്ത്രമല്ല വൈകിട്ട്, ഇല്ലേ? ഇപ്പം നമ്മൾ 91 സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ടല്ലേ, രാത്രിയിൽ പറക്കുന്നത് എന്താണ്, ഉച്ചയ്ക്ക് എന്താണ്, വൈകുന്നേരത്ത് എന്താണ്. പല ടൈപ്പിലെ തന്ത്രങ്ങൾ കൊണ്ടാണ് ഇദ്ദേഹം വരുന്നത്. അതിനെ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. മനസ്സിലാക്കിയപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ അതിനെ എതിർത്ത് നിൽക്കണം. സ്തോത്രം. നമുക്കറിയാമല്ലോ, ഈ ബൈബിൾ ഇല്ലാതാക്കാൻ എത്രയോ രാജാക്കന്മാർ ശ്രമിച്ചു ഇല്ലാതെയാക്കാൻ. സ്തോത്രം. ഈ ബൈബിൾ രാജ്യങ്ങളിൽ കൊണ്ടുപോകാതിരിക്കാൻ എത്രയോ രാജ്യങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്നും ഏറ്റവും അധികം ഭാഷയിൽ തർജിമ ചെയ്തിട്ടുള്ള, വിറ്റഴിഞ്ഞിട്ടുള്ള പുസ്തകമാണ് ഈ പുസ്തകം. ഇതിനെ എതിർക്കാൻ സാത്താൻ ഒത്തിരി ശ്രമിച്ചു. കാരണം എന്താണ്? ഇതിലല്ലേ ദൈവവചനം, ഇതല്ലേ ദൈവവചനം. അതുകൊണ്ട് ഈ ദൈവവചനം നാം എന്ത് ചെയ്യണം? വായിക്കണം, പഠിക്കണം, ധ്യാനിക്കണം. ദൈവത്തോടടുത്ത് വരിക എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അതാണ്. സ്തോത്രം. ഇത് വായിക്കണം, പഠിക്കണം, ധ്യാനിക്കണം. സ്തോത്രം. സാത്താൻ നമ്മുടെ അടുത്ത് വരുമ്പോൾ പലപ്പോഴും എന്തു ചെയ്യും? ദൈവവചനം നമ്മുടെ ഉള്ളിൽ ഓർമ്മപ്പെടുത്തും. കഴിഞ്ഞ ദിവസങ്ങളിൽ കുറച്ച് ദിവസം മുമ്പ് ഞാൻ ഒരു വിഷയത്തെക്കുറിച്ച് ഞാൻ ഭാരപ്പെട്ടിരിക്കുകയാണ്. വലിയൊരു ഭാരം എൻ്റെ മനസ്സിലോട്ട് വന്നു. അപ്പോൾ പെട്ടെന്നൊരു ശബ്ദം, എൻ്റെ കൃപ നിനക്ക് മതി.
എൻ്റെ കൃപ നിനക്ക് മതി. സ്തോത്രം. അപ്പോൾ അതേതാണ്? ദൈവത്തിൻ്റെ വചനമാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം ഹൃദയം പകരുമ്പോഴാണ് ദൈവശബ്ദം നമ്മളെ കേൾപ്പിക്കുന്നത്. അപ്പോൾ എന്താണ്? സാത്താനെ എതിർത്ത് നിൽക്കാൻ വേണ്ടി പിന്നെയും നമുക്കൊരു ധൈര്യം. എൻ്റെ കൃപ നിനക്ക് മതി, ദൈവത്തിൻ്റെ കൃപ എന്നോടുകൂടെയുണ്ട്, അതുകൊണ്ട് ഈ വിഷയം സാരമില്ല, പോ. സ്തോത്രം. ഈ സാത്താനെ ജയിക്കാൻ ആരാണ് നമ്മുടെ ഉദാഹരണം എന്നറിയാമോ? ആരാണ് നമ്മുടെ ഉദാഹരണം? ക്രിസ്തുവാണ് നമ്മുടെ ഉദാഹരണം. സ്തോത്രം. യേശുവാണ് നമ്മുടെ ഉദാഹരണം. സാത്താനെ ജയിക്കുവാൻ യേശുവാണ് നമ്മുടെ ഏറ്റവും നല്ല റോൾ മോഡൽ. മൂന്നാമത്തെ പോയിന്റിൽ അതാ പറയുന്നത്. മത്തായി സുവിശേഷം 4-ാം അധ്യായത്തിന് 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ഓർമ്മയുണ്ടോ? യേശുവിനെ പ്രലോഭനത്തിന് വേണ്ടി വന്ന കാര്യം. 40 ദിവസം യേശു ഉപവസിച്ച ശേഷം പരിശുദ്ധാത്മാവ് നിറഞ്ഞതാണ്. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് ശബ്ദം കേട്ട യേശുവിൻ്റെ അടുത്തേക്ക് പരീക്ഷകൻ വരികയാണ്. 3 രീതിയിൽ യേശുവിനെ പരീക്ഷിക്കാനായിട്ട് ചോദിക്കുന്നില്ലേ? നീ ദൈവപുത്രനാണെങ്കിൽ എന്ന് പറഞ്ഞാണ്. എന്താണ് വിളിച്ചു പറഞ്ഞത്? ഇവൻ എൻ്റെ പ്രിയപുത്രൻ. അങ്ങനല്ലേ വിളിച്ചു പറഞ്ഞത്? ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ആദ്യത്തെ 2 പരീക്ഷയും വന്ന് ചോദിക്കുന്നത് എന്താണ്? നീ ദൈവപുത്രനാണെങ്കിൽ ആണെന്നല്ലേ പറഞ്ഞേ, പിന്നെന്തോ ഇതും കൊണ്ട് വരുന്നേ ഇല്ലേ? അതല്ലായിരുന്നോ ഏദൻ തോട്ടത്തിലും സംശയം കൊണ്ടുവന്നില്ലേ? യേശുവിൻ്റെ അടുത്ത് ദൈവവചനം ഈ കല്ലിനോട് അപ്പമാകാൻ പറയുക വിശപ്പല്ലേ? നമുക്ക് വിശന്ന് ബേക്കറി കയറിയാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ ബേക്കറിയിലുള്ള എല്ലാ സാധനവും നമുക്ക് വാങ്ങിക്കാനുള്ള വിശപ്പല്ലേ? എല്ലാ സാധനവും കൊണ്ട് വിശന്ന് ബേക്കറി കയറില്ല കേട്ടോ. വിശപ്പ് വന്നു കഴിയുമ്പോൾ നമുക്ക് ചിലപ്പം ദേഷ്യം വരത്തില്ലേ? നമുക്ക് ആർക്കെങ്കിലും വരുമോ? ഭയങ്കര വിശപ്പാണെങ്കിൽ നമുക്ക് ഭയങ്കര ദേഷ്യം വരില്ലേ? ഈ വിശന്നിരിക്കുന്ന യേശുവിനോട് പറയുകയാണ് ഒരു അത്ഭുതം ചെയ്യാൻ. നമുക്കറിയാമല്ലോ, യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ വെള്ളം വീഞ്ഞാക്കുന്ന ആ സമയത്ത് എൻ്റെ സമയം വന്നിട്ടില്ല എന്ന് പറയുന്നത്. എൻ്റെ സമയം വന്നിട്ടില്ല. യേശുവിന് അത്ഭുതം ചെയ്യാഞ്ഞിട്ടല്ല, യേശു ദൈവത്തിനാന്ന് പ്രൂവ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. യേശു ആരാണെന്ന് യേശുവിന് അറിയില്ലേ? ഉയർന്നൊരു മലയിൽ കൊണ്ടുപോയിട്ട് ദേവാലയത്തിൻ്റെ ഉയർത്തിക്കൊണ്ടുപോയിട്ട് താഴോട്ട് ചാടാൻ എന്ന് പറഞ്ഞു. ദൂതന്മാർ നിന്നെ കരങ്ങളിൽ വഹിക്കും. അതല്ല എന്ത് കറക്റ്റായിട്ടുള്ള വാക്യങ്ങളാണില്ലേ? എന്ത് കറക്റ്റായിട്ടുള്ള വാക്യങ്ങൾ. അവസാനം പറയുകയാണെന്ത്? എന്നെ വണങ്ങി നമസ്കരിക്കാൻ. അത്ര ആയപ്പോഴത്തേക്ക് യേശുവിന് മനസ്സിലായി ഈ കളി ശരിയാകത്തില്ല, പോവിച്ചാചേടുന്നു ഇല്ലേ? പോവിച്ചാചേടുന്നു പോയി. സാത്താനെ ജയിക്കാൻ യേശു ഉപയോഗിച്ചത് ദൈവവചനമായിരുന്നു. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ നിന്ന വചനം കൊണ്ടും ജീവിക്കുന്നു. ദൈവത്തെ അല്ലാതെ വേറെ ആരെയും നമസ്കരിക്കരുത്. സ്തോത്രം. നിന്റെ ദൈവത്തെ പരീക്ഷിക്കരുത്. ആവർത്തന പുസ്തകത്തിലെ വാക്യങ്ങൾ നല്ല മണി പോലെ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തില്ലേ? അപ്പോൾ സാത്താനെ എതിർത്ത് നിൽക്കാൻ നമുക്ക് മാതൃകയായിട്ടുള്ളത് യേശുവാണ്. യേശു എങ്ങനെയാണ് സാത്താനെ എതിർത്ത് നിന്നത്? ദൈവവചനം കൊണ്ടാണ്. ദൈവവചനം. നാം ദൈവവചനം വായിക്കുമോ? ദൈവവചനം പഠിക്കുമോ? കഴിഞ്ഞ ആഴ്ച നമ്മുടെ ചില കുഞ്ഞുങ്ങൾ 119-ാം സങ്കീർത്തനത്തിൻ്റെ 140 വാക്യം വരെ അവർ പഠിച്ചു പറഞ്ഞു. ഇംഗ്ലീഷിൽ പറഞ്ഞു കേട്ടോ. ചില കുഞ്ഞുങ്ങൾ 100 വാക്യം വരെ പഠിച്ചു പറഞ്ഞു ഇംഗ്ലീഷിൽ. ചിലവർ 2 പാരഗ്രാഫ് 3 പാരഗ്രാഫൊക്കെ പറഞ്ഞു. ഇനി നമുക്ക് അടുത്ത വർഷം ഒന്നും കൂടെ പഠിച്ച് പറയാമെന്ന് അവരെ പറഞ്ഞ് ധരിപ്പിച്ചിരിക്കുകയാണ്. എന്തിനാണ് നമ്മൾ അവരെ പ്രോത്സാഹിപ്പിക്കുന്നത്? ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക. വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല. I have hid your word in my heart so that I may not sin against thee. നിന്റെ വചനത്തെ എൻ്റെ ഹൃദയത്തിൽ ഞാൻ സൂക്ഷിച്ചിരിക്കുകയാണ്. എന്തിന്? നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടത് നിന്റെ വചനത്തെ എൻ്റെ ഹൃദയത്തിൽ ഞാൻ സൂക്ഷിച്ചിരിക്കുകയാണ്. നാം വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോഴാണ് ഈ ദൈവത്തിൻ്റെ വചനം ദൈവം നമ്മളെ ഓർമ്മപ്പെടുത്തും. യേശു സാത്താനോട് എതിർത്ത് നിന്നതുപോലെ നമുക്കും എതിർത്ത് നിൽക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ദൈവവചനം നാം പഠിക്കണം, സമയം കണ്ടെത്തണം. എനിക്കറിയാം യൂട്യൂബിലൊക്കെ ഒത്തിരി പ്രസംഗിക്കുന്ന ദൈവദാസന്മാരുണ്ട്, നല്ലത് തന്നെ. പക്ഷെ നമ്മൾ തന്നെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരുന്ന് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാൻ സമയം എടുക്കുമോ? എടുക്കണം.
ചില മാതാപിതാക്കൾക്ക് ഞാൻ കേട്ടിട്ടുണ്ട്, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമെങ്കിൽ രാവിലെ ബൈബിൾ വായിച്ചേ പറ്റുള്ളായിരുന്നു. അങ്ങനെയുള്ള ചില മാതാപിതാക്കളുണ്ട്. അങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറയുകയില്ല. എന്നാലും കുഞ്ഞുങ്ങളെ ബൈബിൾ വായിക്കാൻ നിങ്ങൾ ഉത്സാഹിപ്പിക്കുക, ബൈബിൾ പഠിക്കാൻ നിങ്ങൾ ഉത്സാഹിപ്പിക്കുക, ദൈവവചനം കാണാതെ പറയാൻ നമ്മൾ ഉത്സാഹിപ്പിക്കുക. കാരണം എന്താണ്? യേശു സാത്താനെ എതിർക്കാൻ ഉപയോഗിച്ച ആയുധം എന്തായിരുന്നു? ദൈവവചനമായിരുന്നു. ആയുധമില്ലാതെ സാത്താനെ ജയിക്കാൻ പറ്റുമോ? അതാണ് നാം എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 10 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. ദൈവവചനം മാത്രമല്ല, വേറെ പല ആയുധങ്ങളുമുണ്ട്. നമുക്ക് വായിക്കാം 10 മുതലുള്ള വാക്യം. ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവിൻ. വചനം ഒരു ആയുധം, എന്നാൽ ദൈവത്തിന്റെ സർവായുധ വർഗം എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം എടുത്തുകൊള്ളുവിൻ. നിങ്ങളുടെ അരയ്ക്ക് സത്യവും എന്ത് ചെയ്യണം? കെട്ടിയും. സത്യം. സാത്താൻ എന്താണ്? സാത്താനിൻ്റെ പേരെന്താണ്? ഫാദർ ഓഫ് ലൈസ്. എൻ്റെ മലയാളത്തിൻ്റെ വാക്യം എന്തായിരുന്നു? ഫോഷ്കിൻ്റെ പിതാവ്. അപ്പോൾ ഫോഷ്കിൻ്റെ പിതാവിനോട് എതിർത്ത് നിൽക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? സത്യം ഉള്ളവരായിരിക്കണം. സത്യം സംസാരിക്കുന്നവർ, സത്യം പറയുന്നവർ, സത്യത്തിൽ ജീവിക്കുന്നവർ, സത്യം അരയ്ക്ക് കെട്ടുക. ഇല്ലേ? എന്തിനാണ് ബെൽറ്റ് കെട്ടുന്നത്? ഒരു ഉറപ്പിനാണ്. ഇല്ലേ? ഒരു ഉറപ്പ്. ബെൽറ്റ് ഇല്ലാതെ ആരും യുദ്ധത്തിന് പോവുകയില്ല. സത്യം അരയ്ക്ക് കെട്ടുക. അടുത്തത് നീതി എന്ന കവചം. നീതി കവചമായി ധരിക്കുക. സത്യം, നീതി. അടുത്തത് സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും. സമാധാന സുവിശേഷം. അടുത്തത് എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെയൊക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിച. വിശ്വാസം വേണം. രക്ഷ എന്ന ശിരസ്ത്രവും. ഹെൽമെറ്റ് രക്ഷയായിരിക്കണം. ദൈവവചനം എന്ന ആത്മാവിന്റെ വാളും. ദൈവവചനം എന്ന ആത്മാവിന്റെ വാള് സകലവും പ്രാർത്ഥനയിലും യാചനയിലും ഏതു നേരത്തും. അപ്പോൾ വീട്ടിൽ ചെന്ന ശേഷം ഇത് വ്യക്തമായി വായിക്കുക. സത്യം നമ്മുടെ അരയ്ക്ക് കെട്ടുക. അടുത്ത് നീതി എന്ന കവചം ധരിക്കുക. സമാധാന സുവിശേഷത്തിൻ്റെ ചെരുപ്പ് അതാടിക്കണം. വിശ്വാസം എന്ന പരിചയം എടുക്കുക. രക്ഷ എന്ന സ്ഥിരസ്ത്രം എടുക്കുക. ദൈവവചനം എന്ന വാളെടുക്കുക. പ്രാർത്ഥന. ശത്രുവിനോട് എതിർത്ത് നിൽക്കാൻ ഈ സർവായുധ വർഗം നാം ധരിക്കണം. പട്ടാളത്തിലുള്ള നമ്മുടെ സ്നേഹിതരും ബന്ധുക്കാരൊക്കെ ഉണ്ടല്ലോ, അവർ യുദ്ധത്തിന് പോകുമ്പോൾ ഏതെങ്കിലും ഒരായുധം വെച്ചിട്ടാണ് അവർ പോകുന്നത്. അവർക്ക് യുദ്ധത്തിന് വേണ്ടുന്ന എല്ലാ ആയുധവും ധരിച്ചുകൊണ്ടാണ് അവർ പോകുന്നത്. പിന്നെ എടുത്തോളാം, കുഴപ്പമില്ല, അങ്ങനെ അവർ പറയുകയില്ല. ജാഗ്രതയോടെ ആണ് അവർ യുദ്ധത്തിന് പോകുന്നത്. നമ്മുടെ യുദ്ധം നമ്മുടെ സഹോദരങ്ങളോടല്ല കേട്ടോ, നമ്മുടെ ഭർത്താവിനോടോ ഭാര്യയോടോ മക്കളോടോ ഫാദറിൻലോയോടോ മദറിൻലോയോടോ നാത്തൂനോടോ അയൽവാസികളോടോ ഒന്നുമല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടുമാണ്. അങ്ങനെ യുദ്ധം ചെയ്യണമെങ്കിൽ സർവായുധ വർഗം നാം ധരിക്കണം. നാം യുദ്ധം ചെയ്യുമ്പോൾ ചിലപ്പോഴൊക്കെ നമുക്ക് തോൽവി വന്നുവെന്ന് ചിന്തിച്ചിരിക്കാം, ചിലപ്പോഴൊക്കെ ചില മുറിവുകളൊക്കെ വരും. പക്ഷെ നമ്മൾ തോറ്റിട്ടില്ല കേട്ടോ, നമ്മൾ തോറ്റിട്ടില്ല. കാരണം എന്താണ്? ദൈവം ജയിച്ചവനാണ്. ദൈവം ജയിച്ചവനാണ്. ആ ജയം എനിക്കുള്ളത് കൊണ്ട് അല്പം ക്ഷീണം വന്നാലും ഞാൻ തോക്കുകയില്ല. കാരണം എന്താണ്? എൻ്റെ ദൈവം ഈ ശത്രുവിൻ്റെ മേലുള്ള ജയം എൻ്റെ അവകാശമായി തന്നിരിക്കുകയാണ്. സ്തോത്രം. നമ്മൾ ഇപ്രകാരം റോമാലേഖനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, വി ആർ മോർ ദാൻ കോൺഗറേഴ്സ്. ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിച്ചിരിക്കുന്നു. എല്ലാറ്റിന്മേലും പൂർണ്ണ ജയം പ്രാപിച്ചവരാണ്. എന്തോത്തിൻ്റെ മേലൊക്കെ? മരണത്തിൻ്റെ മേൽ, ജീവൻ്റെ മേൽ, ദൂതന്മാരുടെ മേൽ, വാഴ്ചകളുടെ മേൽ, അധികാരങ്ങളുടെ മേൽ, ഇപ്പോഴുള്ളതിൻ്റെ മേൽ, വരുവാനുള്ളതിൻ്റെ മേൽ, ഉയരത്തിനോ ആഴത്തിനോ യാതൊരു സൃഷ്ടിക്കും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കാൻ കഴിയുകയില്ല. സ്തോത്രം. ഇതിനെല്ലാം നാം വി ആർ മോർ ദാൻ കോൺഗറേഴ്സ്. നമ്മൾ ഇതിലൊക്കെയും
പൂർണ്ണ ജയം പ്രാപിച്ചവരാണ്. സ്തോത്രം. സാത്താൻ്റെ മേൽ നമുക്ക് വിജയമുണ്ടോ? ഉണ്ട്. സാത്താൻ്റെ മേൽ നമുക്ക് അധികാരമുണ്ടോ? ഉണ്ട്. നമ്മളെ ശല്യപ്പെടുത്താൻ വരുന്ന ശത്രുവിൻ്റെ തന്ത്രങ്ങളെ നാം മനസ്സിലാക്കുക. സ്തോത്രം. നിരാശ കൊണ്ടുവരുന്ന, ഭാരം കൊണ്ടുവരുന്ന, സ്തോത്രം, ബുദ്ധിമുട്ടുകൾ, മനസ്സിനെ ഇരുട്ടാക്കുന്ന ഇങ്ങനെയുള്ള ഭാരങ്ങളെ, നിരാശകളെ നാം മനസ്സിലാക്കുക. കോപം കൊണ്ടുവരുന്ന, വഴക്കുണ്ടാക്കുന്ന, കള്ളം പറയാൻ പ്രേരിപ്പിക്കുന്ന, സ്തോത്രം, വഞ്ചനയ്ക്ക് വേണ്ടി നമ്മുടെ മനസ്സിന് പല പ്ലാനുകളൊക്കെ തരുന്ന, സ്തോത്രം, സാത്താൻ്റെ തന്ത്രങ്ങളെ നാം എന്ത് ചെയ്യണം? മനസ്സിലാക്കുക. മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യണം? നമുക്ക് രണ്ടുപേർക്കൂടെ ഒരിടം വരെ പോയിട്ട് വരാം, അങ്ങനെ പറയാനാണോ? അല്ല, എതിർത്ത് നിൽക്കുക. സാത്താനോട് എതിർത്ത് നിൽക്കുക. ദൈവത്തോട് അടുത്ത് വരിക. സ്തോത്രം. സാത്താൻ ഇടം കൊടുക്കരുത്. ദൈവവചനമാവുന്ന ഈ വാള്, സ്തോത്രം, എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വചനം ദൈവം നമ്മളെ ഓർമ്മിപ്പിക്കും. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം.